ഗുരുദേവൻ്റെ പാദുകം, അതുപോലെ ഗുരുദേവൻ താമസിച്ച 300 വർഷം പഴക്കമുള്ള ഒരു വീടുമുണ്ട്. അത് ഗുരുജിക്ക് ഏറ്റെടുക്കാൻ പറ്റുമെന്ന് ചോദിച്ച് ഇങ്ങോട്ടേക്ക് വിളിച്ചു. എവിടെ? ശിവഗിരി തന്നെ. അന്ന് ഈ 300 വർഷമായില്ലേ? 300 വർഷം പഴക്കം. ആ വീട് ഇപ്പോഴും അതേപോലെ ഉണ്ട്. അങ്ങനെ തന്നെ ഇരിപ്പുണ്ട്. കൊട്ടാരം വൈദ്യന്റെ വീടാണോ നാരായണ ഗുരുദേവൻ താമസിച്ചു? കൊട്ടാരം വൈദ്യം താമസിച്ചൊക്കെ അവിടെ നിന്ന് ഒരു പൊളിച്ചു മാറ്റി. ഓ, ഇത് പൊളിച്ചിട്ടില്ല. ഇത് തൊട്ടിട്ടില്ല. ഗുരുദേവൻ കുളിച്ച കുളമുണ്ട്. ഓ, വരുമ്പോ ഗുരുദേവൻ കുളിക്കുന്ന ഒരു കുളമുണ്ട്. അത് ഒരിക്കലും ഉറ പറ്റില്ല. ഭരതന് ശ്രീരാമന്റെ പാദുകം കിട്ടി ഇതുപോലെ ഇതിങ്ങനെ വെച്ച് കൊണ്ടുപോയില്ലേ. 14 വർഷം അവിടെ ഇരുന്ന് ഭരിച്ചു. അതിനുശേഷം നമുക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ പാദുകം കാണാനും പിന്നെ അപ്പൊ ശിവഗിരിയിലേക്ക് വരുന്നവർക്ക് എല്ലാവർക്കും ഇവിടെയും വരാം. പാദുകം കാണാം, നമസ്കരിക്കാം. ഒരു കുഴപ്പമില്ല. എല്ലാവർക്കും തൊട്ട് കണ്ടുപോകാം. ദിവ്യ പാദുകം അല്ലെങ്കിൽ ദിവ്യഗ്രഹം സന്ദർശിക്കുന്നവർക്ക് സ്നാനം നടത്തി പോവാം. അല്ലാതുള്ളവർക്കും വരാം, കാണാം. ഒരു ദിവസം എന്തായാലും ഞങ്ങളെ ബാക്ക് മീഡിയ സംഘം ഇത് ഒന്ന് ആലോചിച്ച് നോക്കും. നമ്മുടെ ജീവിച്ചിരുന്ന ഗുരുവിന്റെ ഉപയോഗിച്ചിരുന്ന പാദുകം